എല്ലാവർക്കും വൈകിട്ട് തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിലവിളിച്ച് മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ നോക്കുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ്. അപ്ലൈ 427 സോപാനം കാവൽ വുമൺ സെക്യൂരിറ്റി ഗാർഡ് പോസ്റ്റിലേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 5/6/2024 മുതൽ താഴെ കാണിച്ചിരിക്കുന്ന തസ്തികയിൽ നിയമിക്കപ്പെടുന്നതിന് നിർദ്ദിഷ്ട യോഗ്യരായിട്ടുള്ള ഈശ്വരവിശ്വാസികളായ ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സ്ഥാപനത്തിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. തസ്തികയുടെ പേര് സോപാനം കാവൽ വനിതാ സെക്യൂരിറ്റി ഗാർഡാണ്. കേരള ഗവൺമെന്റിനെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. 27 ഒഴിവുകളാണുള്ളത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് പറയുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 20 ആണ് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് സോപാനം കാവൽ യോഗ്യതകൾ 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം. ആരോഗ്യ ഗാത്രരായിട്ടുള്ള പുരുഷന്മാരായിരിക്കണം. അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. നല്ല കാഴ്ചശക്തി ഉള്ളവരായിരിക്കണം. ഈ വിഭാഗത്തിൽപ്പെട്ടത് SC STക്ക് 10% റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിയമന കാലാവധി 5/6/2024 മുതൽ 4/2/2024 കൂടിയ 6 മാസം പ്രതിമാസം മൊത്തവേതനം 18,000 ആണ് പറയുന്നത്. അതിൽ ഒഴിവുകൾ 15 ആണ്. പ്രായം എന്ന് പറയുന്നത് 30 വയസ്സ് കുറയുവാനോ 50 വയസ്സ് കൂടുവാനോ പാടില്ലാത്തതാണ്. അതുപോലെ വനിതാ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്നത് യോഗ്യത 7ാം ക്ലാസ് വിജയിച്ചിരിക്കണമെന്നാണ്. യാതൊരുവിധ ശാരീരിക അംഗവൈകല്യവും ഇല്ലാത്തവരായിരിക്കണം. അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത ഗവൺമെന്റ് ഡോക്ടറുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. നല്ല കാഴ്ചശക്തിയുള്ളവരായിരിക്കും. നിയമന കാലാവധി 5/6/2024 മുതൽ 4/12/2024 കൂടിയ 6 മാസം പ്രതിമാസം വേതനം എന്ന് പറയുന്നത് 18,000 രൂപയാണ്. ഒഴിവുകൾ 12 ആണുള്ളത്. പ്രായം എന്ന് പറയുന്നത് 55 വയസ്സ് കുറയുവാനോ 60 വയസ്സ് കൂടുവാനോ പാടില്ലാത്തതാണെന്നാണ് പറയുന്നത്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 118 രൂപയാണ്. 100 + 18% GST എന്ന നിരക്ക് ആണ് പറയുന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത് പ്രമാണ പരിശോധന, വ്യക്തിഗത അഭിമുഖമാണ് പറയുന്നത്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലേക്ക് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ഞങ്ങൾക്ക് അയച്ചു തരിക. ചെറിയൊരു ഫീസോട് കൂടി തന്നെ നമ്മുടെ OET ആപ്ലിക്കേഷൻ വെച്ച് തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.